ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. മീഡിയൻ 76th ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ആൻസർ ചെയ്തു. 76th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. 77 മീഡിയൻ നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നതാണ്. എങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഞാൻ മീഡിയൻ പറഞ്ഞുതരാം, ഓർത്ത് വെച്ചാൽ മതി. മീഡിയൻ എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണ് മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ കുറേ ഡാറ്റാസുകൾ തന്നിട്ട് മീഡിയൻ കാണാൻ പറഞ്ഞാൽ നമ്മളെല്ലാ ഡാറ്റാസുകളെല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. പഠിച്ചിട്ടില്ലേ? ഡാറ്റാസുകളെല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ആ മിഡിൽ വാല്യൂ എന്താണോ ദാറ്റ് ഈസ് മീഡിയൻ. അത് നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉള്ളത് കൊണ്ട് ഞാനത് ആദ്യമേ പറയാണ്. കുറേ ഡാറ്റാസ് തന്നിട്ട് മീഡിയൻ കാണണമെങ്കിൽ ഡാറ്റാസുകളെല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. എക്സാക്ട് മിഡിലിൽ ഇരിക്കുന്ന നമ്പർ എന്താണെന്ന് നോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് മീഡിയൻ. അപ്പോൾ ഞാനൊരു ഷോർട്ട് കട്ട് ഫോർമുല പറഞ്ഞുതരാം, മറക്ക് ചെയ്യരുത്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ മീനും മീഡിയനും സെയിം ആണ്. മീഡിയനെ നമ്മൾ ക്യാപിറ്റൽ എം എന്നാണ് ഡിനോട്ട് ചെയ്യാറ്, മറക്കില്ലല്ലോ. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ മീനും മീഡിയനും സെയിം ആണ്. മീഡിയൻ കാണാൻ പറഞ്ഞാൽ സെയിം ഫോർമുല, ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2. ഇവിടെ മീൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അത് തന്നെയാണ് മീഡിയനും. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം അല്ലേ? വെറുതെ അസെൻഡിങ് ഓർഡറിൽ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. AP ആയതുകൊണ്ട് മീനും മീഡിയനും സെയിം ആണ്. സോ ഇപ്പം ഞാനിപ്പോൾ ആൻസർ ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 77 ആണ്. ഇതിൻ്റെ ആൻസർ 79 ആണ്, ഓപ്ഷൻ ബി. 78 നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ നമ്മൾ ലാസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ 78 ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? ഇത് NDA 2022 ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് 2 or 3 ക്വസ്റ്റ്യൻസുകൾ തരും. അത് സാധാരണ വരാറുള്ളതാണ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് അല്ലേ? മീൻ കാണാനായിട്ട് ഗ്രൂപ്പ്ഡ് ഡാറ്റ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ എഴുതിയെടുത്തതാണല്ലോ ഫോർമുല, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതാണ്. ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ മീൻ കാണാനുള്ള ഫോർമുല സിഗ്മ FIXI ബൈ സിഗ്മ FI ആണ്. ദിസ് ഈസ് ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ. കോമിറ്റ് തരാണെങ്കിൽ സിഗ്മ X/N ആണ്. ബട്ട് ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ X ബാർ കാണാനുള്ള ഫോർമുല സിഗ്മ FIXI ബൈ സിഗ്മ FI. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് NDA 2022 ആണ്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനീഷ്യലി കുറച്ച് ടൈം എടുക്കും ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ. ഇനീഷ്യലി കുറച്ച് ടൈം എടുക്കും, എങ്കിലും നമ്മൾ 3 എണ്ണം ഓൾമോസ്റ്റ് സൈമിൾട്ടേനിയസ്ലി നമുക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഒരു 6 minutes or 7 minutes എടുത്തെന്ന് വിചാരിച്ചോ. എങ്കിലും നമുക്ക് 3 എണ്ണം കൂടി ഒരുമിച്ചാണ്, സൈമിൾട്ടേനിയസ് ആണ്, ഒരുമിച്ചാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 7 minute കൊണ്ട് ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെന്ന് വെച്ചാൽ അതൊന്നും കുറവൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലി ടൈം എടുക്കുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 81 ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്യട്ടെ. കാരണം 81 നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, അതുകൊണ്ട് പറയാണ്. ലെറ്റ് മീ ഡിസ്കസ് ക്വസ്റ്റ്യൻ നമ്പർ 81. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിരുന്നോ? ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി, അല്ല, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഈച്ച് ക്ലാസ് ഈസ് ഡബിൾ. ഓരോന്നിൻ്റെ ഫ്രീക്വൻസി ഞാൻ ഡബിൾ ആക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ന്യൂ മീൻ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ പഴയ മീൻ കാണണം അല്ലേ? അപ്പോൾ ഞാൻ 81, 79, 80 ഡിസ്കസ് ചെയ്തിട്ട് 81 ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ബെറ്റർ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം 79 ഡിസ്കസ് ചെയ്യാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് 80 ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ട്, എന്നിട്ട് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഫ്രീക്വൻസി 120 ആണ് ആൻഡ് മീൻ 50 ആണ്. സം ഓഫ് ഓൾ ഫ്രീക്വൻസീസ് 120 ആണ്, മീൻ 50 ആണ്. അങ്ങനെയാണെങ്കിൽ P കാണണം, Q കാണണം. അത് ഏകദേശം ഒരുമിച്ച് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടേബിൾ വരയ്ക്കേണ്ടി വരും. കേട്ടല്ലോ, ടേബിൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ നെക്സ്റ്റ് പേജിൽ എഴുതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെലും ഫ്രീക്വൻസി താഴേക്ക് എഴുതി പോകണം. കേട്ടല്ലോ. അപ്പോൾ 0 to 20, 20 to 40 അല്ലേ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇൻ്റർവെൽ താഴേക്ക് എഴുതട്ടെ. കാരണം ഇത് നമുക്ക് എഴുതാൻ കുറച്ച് സ്പേസ് വേണം. ക്ലാസ്, ഫ്രീക്വൻസി,
ടേബിൾ വരയ്ക്കേണ്ടി വരും. എല്ലാം താഴേക്ക് തന്നെ നിങ്ങൾ എഴുതി പോകേണ്ടി വരും. കേട്ടല്ലോ, താഴേക്ക്. ഇവിടെ ക്ലാസിൻ്റെ ലെവൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 0 to 20, 20 to 40 അങ്ങനെയാണല്ലോ. ഞാൻ എഴുതട്ടെ. 0 to 20, 20 to 40, 40 to 60, 60 to 80 ആൻഡ് 80 to 100. നമ്മൾ എഴുതിയത് ശരി തന്നെയാണല്ലോ അല്ലേ? കണ്ടിന്യൂസ് തന്നെയാണല്ലോ. അതെ. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടല്ലോ. 17 P plus Q 32 അല്ലേ? അതും എഴുതാം. 17 P plus Q 32, പിന്നെന്താണ്? P minus 3Q 19 അല്ലേ? P minus 3Q 19. നമ്മൾ ഓരോന്ന് എഴുതുമ്പോഴുണ്ടല്ലോ, എഴുതുന്നത് ശരിയല്ലേ എന്ന് നോക്കണം. കാരണം ഒരുപാട് ഡാറ്റാസുകളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എഴുതിയത് കോപ്പി ചെയ്തത് ശരി തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ക്ലാസ് എഴുതി, ഫ്രീക്വൻസി എഴുതി, ഇതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഇല്ലേ? ടോട്ടൽ ഫ്രീക്വൻസി, അതായത് സിഗ്മ എഫ് തന്നിട്ടുണ്ട്. സിഗ്മ എഫ് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ പറയുന്നില്ലേ? ടോട്ടൽ ഫ്രീക്വൻസി 120 ആണ്. അപ്പോൾ ഞാൻ ഈ ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്താൽ എനിക്ക് 120 കിട്ടും. ടോട്ടൽ ഫ്രീക്വൻസി 120 ആണെന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ താഴെ ഒന്ന് എഴുതി വെച്ചേക്കട്ടെ. ടോട്ടൽ ഫ്രീക്വൻസി 120 ആണ്. അപ്പോൾ ഞാൻ ഈ ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്യാൻ പോവാണ്. അതായത് 17 പ്ലസ് P plus Q plus 32 പ്ലസ് P minus 3Q plus 19 ഇതെല്ലാം ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ ഓർഡർ മാറിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2P വരും അല്ലേ? പിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2P വരും. പിന്നെ Qയും മൈനസ് 3Q തമ്മിൽ ആഡ് ചെയ്യണം. Q പ്ലസ് മൈനസ് 3Q ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2Q വരും. പിന്നെ ആഡ് ചെയ്യേണ്ടത് കുറേ നമ്പറുകളാണ്. 17, 32, 19. ഞാൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. 17 വളരെ കെയർഫുൾ ആയിരിക്കണം ആഡ് ചെയ്യുമ്പോൾ. ഒരു ഡിജിറ്റ് തെറ്റിയാൽ മതി, കംപ്ലീറ്റ് തെറ്റിപ്പോവും. 17 പ്ലസ് 32 പ്ലസ് 90 എനിക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ 68 ആണ് കിട്ടുന്നത്. ഓക്കെ, 17 പ്ലസ് 32 പ്ലസ് 90 ചെയ്ത് വന്നപ്പോൾ 68 കിട്ടി. ഇതെന്താണെന്നാണ് പറയുന്നത്? 120 ആണെന്നാണ് പറയുന്നത് അല്ലേ? 68 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാലോ? ഇപ്പോൾ 2P മൈനസ് 2Q ഈക്വൽ ടു 120 മൈനസ് 68 വരും അല്ലേ? അത് എത്രയാണ് വരുന്നതെന്ന് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. 120 മൈനസ് 68 ചെയ്താൽ 52 കിട്ടും. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? നമുക്കിതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? അപ്പോൾ 2P/2 ചെയ്ത് കഴിഞ്ഞാൽ P വരും. 2Q/2 ചെയ്ത് കഴിഞ്ഞാൽ Q വരും. 52/2 ചെയ്ത് കഴിഞ്ഞാൽ 26 കിട്ടും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1. നമുക്കത് ആവശ്യം വരും. ഇത് കൂടാതെ വേറൊരു ഇക്വേഷൻ കൂടി നമുക്ക് കിട്ടും. കുറച്ച് സമയം എടുക്കുന്നതാണ്, പക്ഷെ നമുക്ക് 3 എണ്ണത്തിൻ്റെ ആൻസർ ഒരുമിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇത്രയും ക്ലിയർ ആയി. ഇനി വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? മീൻ 50 ആണ് അല്ലേ? മീൻ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. സിഗ്മ എക്സ് ബാർ ഈക്വൽ സിഗ്മ FI XI. ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. സിഗ്മ FI ആണ്. അപ്പോൾ FI XI. ഇവിടെ XI കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം ക്ലാസ് ഇൻ്റർവെല്ലാണ് തരണമെങ്കിൽ ടേക്ക് ദ മിഡിൽ വാല്യൂ അല്ലേ? ക്ലാസിൻ്റെ ഓർത്ത് വെച്ചാൽ മതി. മീൻ്റെ കേസിൽ അങ്ങനെയാണ്. ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ടേക്ക് ദ മിഡിൽ വാല്യൂ. 0 to 20യുടെ മിഡിൽ വാല്യൂ 10 അല്ലേ? മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 plus 20/2. അത് ഈ സിമ്പിൾ അല്ലേ? 0 plus 20/2 10. അതുപോലെ 20യുടെയും 40യുടെയും മിഡിൽ വാല്യൂ 30 ആണ്. ദാറ്റ് ഈസ് 20 plus 40/2 30. അതുപോലെ 40 to 60യുടെ മിഡിൽ വാല്യൂ 50 ആണ്. ഇവിടെ 70 ആണ്, ഇവിടെ 90 ആണ്. എഴുതിയത് ശരി തന്നെയാണല്ലോ അല്ലേ? അതെ. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ തരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മിഡിൽ വാല്യൂ എടുത്ത് എഴുതുക, XI കിട്ടും. ഇനി നമ്മൾ ഫോർമുല ഒന്ന് നോക്കിയേ. ഇനി എന്താ വേണ്ടത്? I want സിഗ്മ FI XI. അപ്പോൾ FI XIക്ക് വേണ്ടി ഒരു കോളം വേണം, എന്നാലല്ലേ സിഗ്മ FI XI കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ FI XIക്ക് വേണ്ടി ഒരു കോളം വരയ്ക്കാൻ പോവാണ്. നമ്മൾ കുറേ മൾട്ടിപ്ലിക്കേഷൻസുകളൊക്കെ വരും. അത്യാവശ്യം സ്പേസ് ഒക്കെ എടുക്കുക. നമ്മൾ അത്യാവശ്യം വലുതാക്കി തന്നെ എഴുതണം, അല്ലെങ്കിൽ നമ്മൾ ചെറുതാക്കി എഴുതുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ FI XIക്ക് വേണ്ടി ഞാനൊരു കോളം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ FI XI എന്ന് പറയുമ്പോൾ അവിടെ 17 × 10 അല്ലേ? 170. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? അടുത്തത് 30 × P plus Q ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ 30P plus 30Q അല്ലേ? ഇനി 32 × 50 അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ. 32 × 50 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് നിങ്ങൾക്ക്? 32 × 50 ചെയ്തപ്പോൾ 1600 ആണ് കിട്ടും. 1600 കിട്ടും. ഓക്കെ,
ഓക്കെ, യെസ്, കറക്റ്റാണ്. ഇനി 70 × p - 3q, 70 × p 70p വന്നു, -3q × 70 210 q ആണ് വരാം. ശരിയല്ലേ? നമ്മൾ എഴുതിയത് ശരി തന്നെയാണല്ലോ അല്ലേ? അതെ, യെസ്, കറക്റ്റാണ്. 70 × p 70p, 70 × 3q 210 q. അടുത്ത 19 × 90 ആണ്. അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ ഞാൻ. 90 × 90 മൾട്ടിപ്ലൈ ചെയ്താൽ 1710 കിട്ടും. 1710 കിട്ടും. ഇത്രയും ക്ലിയർ ആയാലോ? സിഗ്മ എഫ് ഐ എക്സ് ഐ നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ എഴുതാൻ പോവാണ്. എഫ് ഐ എക്സ് ഐയുടെ നേരെ താഴെ സിഗ്മ എഫ് ഐ എക്സ് ഐ എഴുതാം. ഇത് ആഡ് ഞാൻ ഇവിടെ എഴുതിയാലും മതിയല്ലോ അല്ലേ? ഇവിടെ എഴുതിയാലും മതി. ഇവിടെ സിഗ്മ എഫ് ഐ എക്സ് ഐ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ ഫോർമുലയിൽ. ഇവിടെ എഴുതിയാലും മതി, നോ പ്രോബ്ലം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴേ എന്താ കിട്ടണേന്ന് പറയാമോ? പിയുടെ ടേമുകൾ ആഡ് ചെയ്യുമ്പോഴേ 30p + 70p അല്ലേ? ദാറ്റ് ഈസ് 100p. പിന്നെ ക്യൂവിൻ്റെ ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ 30q - 210q. അതെത്ര? 30 - 210 എത്രയാണ്? -180 അല്ലേ? -180q വന്നു. പിന്നെ 170 + 1600 + 1710 ആണ്. ആ നമ്പറുകളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ. 170 + 1600 പ്ലസ് പിന്നെന്താണ് 1710 അല്ലേ? 1710 170 + 1600 + 1710 ചെയ്ത് വന്നപ്പോൾ 3480 കിട്ടി. 3480 കിട്ടി. ഡിവൈഡ് ബൈ സിഗ്മ എഫ് അല്ലേ? സിഗ്മ എഫ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അറിയാമോ? സിഗ്മ എഫ് 120 ആണ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് 120 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? എക്സ് ബാർ. ക്വസ്റ്റ്യനിൽ എക്സ് ബാർ വായിച്ചു നോക്കിയാൽ 50 ആണെന്ന് പറയുന്നില്ലേ ക്വസ്റ്റ്യനിൽ? അപ്പം ഞാനിവിടെ എക്സ് ബാറിന് പകരം 50 എന്ന് എഴുതണം അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം കുറച്ച് നമ്പറുകളൊക്കെ കുറച്ച് വലിയ നമ്പറുകളാണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. 120 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 100p - 180q + 3480. 50 × 120 എന്താ വരുന്നത്? ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ. 50 × 120 മൾട്ടിപ്ലൈ ചെയ്താൽ 6000 കിട്ടും. ശരിയാണല്ലോ? 6000 കിട്ടും. ഇവിടം വരെ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ എന്താ ചെയ്തത്? അപ്പോൾ എക്സ് ബാർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ് ബാറിൻ്റെ ഫോർമുല എഴുതി, എന്നിട്ട് ഞാനിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. 3480 റൈറ്റ് സൈഡിലോട്ട് പൊക്കോട്ടെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലപ്പോൾ എന്ത് വന്നു? 100p - 180q കിട്ടി. റൈറ്റ് സൈഡിൽ 6000 - 3480 അല്ലേ? അതൊന്ന് ഞാൻ മൈനസ് ചെയ്ത് നോക്കട്ടെ. 6000 - 3480 2520 കിട്ടും. 2520 കിട്ടും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ശരി തന്നെയാണോ? 100p - 180q അല്ലേ? 6000 - 3480 ചെയ്തപ്പോൾ 2520 കിട്ടി. രണ്ട് സൈഡിലും ആദ്യം തന്നെ ഒരു 10 കൊണ്ടൊന്ന് ഡിവിഷൻ ചെയ്താലോ 10p - 18q = 252 കിട്ടും. അത് മനസ്സിലായല്ലോ? ജസ്റ്റ് 10 കൊണ്ട് ഡിവിഷൻ ചെയ്തതാണ്. ഇനി വേണമെങ്കിൽ ഒരു 2 കൊണ്ട് കൂടി ഒന്ന് ഡിവിഷൻ ചെയ്താൽ 5p - 9q അല്ലേ? 5p - 9q. അവിടുത്തെ റൈറ്റ് സൈഡിൽ 252/2 എത്രയാണ് വരുന്നതെന്ന് പറയാമോ? 252/2 126, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് പിയും വേണം ക്യൂവും വേണം അല്ലേ? ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. വേണമെങ്കിൽ ഒരു വഴി ഇവിടെ താഴെ p - q 26 ആണെന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 1ന് രണ്ട് സൈഡിൽ 5 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? അതല്ലേ? എലിമിനേഷൻ മെത്തേഡ് ഈസ് ബെറ്റർ. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1ന് ഇവിടെ എഴുതാം. ഇക്വേഷൻ നമ്പർ 1ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണ്. അപ്പോൾ 5p - 5q വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ 5 × 26 അത് എത്രയാണ് വരുന്നതെന്ന് നോക്കട്ടെ. 26 × 5 130 ആണ്. ഇക്വേഷൻ 1 ഈസ് ജസ്റ്റ് മോഡിഫൈഡ് അല്ലേ? ഇക്വേഷൻ 1 ഒന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. 1 - 2 അല്ലെങ്കിൽ 2 - 1 എന്ത് വേണമെങ്കിലും ചെയ്യാം. 5p - 5p വെട്ടിപ്പോയി. -5q -o -9q അല്ലേ? -5q -o മൈനസ് പ്ലസ് ആവും. ആ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നില്ല.
റൈറ്റ് സൈഡിൽ 130 മൈനസ് 126 ചെയ്താൽ 4 വരും. 4q = 4 ഓർ q = 1 കിട്ടും. ഒരെണ്ണത്തിന്റെ ആൻസർ ആയിട്ടുണ്ട് കേട്ടോ. q = 1. q = 1 ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? q = 1 ഇക്വേഷൻ 1ൽ കൊടുത്തു കഴിഞ്ഞാൽ p - 1 = 26 എന്നല്ലേ കിട്ടുക? ഇക്വേഷൻ 1 കാണുന്നില്ലേ? അപ്പൊ അതിൽ നിന്ന് p = 27 എന്ന് കിട്ടും. p = 27 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പിയുടെ വാല്യൂ റെഡി ആയിട്ടുണ്ട്, ക്യൂവിന്റെ വാല്യൂ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനി ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ. എന്താണ് പിയുടെ വാല്യൂ? ഞാൻ ചോയ്സ് നിങ്ങൾക്ക് നോക്കാമല്ലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി? 27, ഓപ്ഷൻ സി അല്ലേ? അടുത്ത് പറയുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യൂ? ഓപ്ഷൻ എ 1 കിട്ടി. രണ്ടെണ്ണം കൂടി ഒരുമിച്ചാണ് കിട്ടിയത് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ 81, ക്വസ്റ്റ്യൻ നമ്പർ 81 എന്താ പറയണെന്ന് നോക്കിയേ. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഈച്ച് ക്ലാസ് ഈസ് ഡബിൾഡ്, അതായത് ഇപ്പൊ 17 34 ആക്കി, ഇതിനെ 2 times p + q ആക്കി. അങ്ങനെ ദ ഫ്രീക്വൻസി, ഈച്ച് ഫ്രീക്വൻസീസ് ആർ ഡബിൾഡ്, വാട്ട് വുഡ് ബി ദ മീൻ അല്ലേ? അത് ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം. നോ ചേഞ്ച് ഇൻ ദ മീൻ. റീസൺ പറഞ്ഞുതരാം. ഫ്രീക്വൻസി എല്ലാം ഡബിൾ ആക്കി അല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. നോ ചേഞ്ച് വരാനുള്ള കാരണം പറഞ്ഞുതരാം. എക്സ് ബാർ കാണാനുള്ള ഫോർമുല σFi(xi)/σFi ആണല്ലോ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി σFi(xi) എന്ന് പറഞ്ഞാൽ f1 x1 അല്ലേ? ഇങ്ങനെ എഴുതിക്കോട്ടെ, ബട്ട് കൺഫ്യൂഷൻ വരില്ല. f2 x2 + f3 x3 എക്സെട്ര. σFi എന്ന് പറഞ്ഞാൽ f1 + f2 + f3 + എക്സെട്ര. ഇതാണല്ലോ ഇതിന്റെ മീനിങ്. σFi(xi) എന്ന് പറഞ്ഞാൽ f1 x1 + f2 x2 + f3 x3 എക്സെട്ര. σFi എന്ന് പറഞ്ഞാൽ f1 + f2 + f3 + എക്സെട്ര. ഞാൻ ഓരോ ഫ്രീക്വൻസിയും, ഇത് നമുക്ക് അറിയാം, ഈ മീൻ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. മീൻ 50 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ ക്വസ്റ്റ്യനില്. ഓരോ ഫ്രീക്വൻസി ഞാൻ ഡബിൾ ആക്കാൻ പോവാണ്. ഡബിൾ ആക്കാന്ന് പറഞ്ഞാൽ f1 എന്നുള്ളത് 2 times f1 ആയി. പക്ഷെ x1 റിമെയിൻസ് സെയിം അല്ലേ? x1 റിമെയിൻസ് സെയിം. f2 എന്നുള്ളത് ഡബിൾ ആക്കാൻ പോവാണ്. അപ്പൊ 2 times f2 ആയി. പക്ഷെ ഡാറ്റ പഴയത് തന്നെ x2. അതുപോലെ 2f3 അതൊന്നും എഴുതണില്ല. അതുപോലെ താഴെ f1 എന്നുള്ളത് 2 times f1 ആയി. f2 എന്നുള്ളത് 2 times f2 ആയി. f3 എന്നുള്ളത് 2 times f3 ആയി, എക്സെട്ര. ദിസ് ഈസ് ദ ന്യൂ മീൻ. എക്സ് ബാർ ഡാഷ് എന്നങ്ങനെ പേര് കൊടുക്കുക. ഓരോ ഫ്രീക്വൻസിനെയും ഞാൻ ഡബിൾ ആക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ന്യൂ മീൻ? ഇവിടെ നോക്കിയാൽ നിങ്ങൾ ന്യൂമറേറ്ററിൽ 2 കോമൺ അല്ലേ? ശരിയാണോ? ന്യൂമറേറ്ററിൽ ഒരു 2 കോമൺ ആയിട്ട് എടുക്കാം. എല്ലാത്തിലും 2 കോമൺ ആണ്. 2 കോമൺ ആയിട്ട് എടുത്താൽ f1 x1 ബാർ + f2 x2 ബാർ + f3 x3 ബാർ എക്സെട്ര. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഡിവൈഡ് ബൈ താഴെ 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 times f1 + f2 + എക്സെട്ര, f3 + എക്സെട്ര. ഡിനോമിനേറ്ററിലും 2 കോമൺ തന്നെയാണല്ലോ അല്ലേ? ഈ 2ഉം 2ഉം വെട്ടിപ്പോയി. ഇതൊന്ന് വായിച്ചു നോക്കിയേ, സെയിം തന്നെയല്ലേ നോക്കിയേ. അതായത് ഇനീഷ്യലി എഴുതിയത് x1 ബാർ അല്ല, ഇവിടെ f1 x1 ആണ് കേട്ടോ. ശരിയാണല്ലോ? ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഈ എഴുതിയിരിക്കുന്നത് തന്നെയല്ലേ ഈ എഴുതിയിരിക്കുന്നത്? f1 x1 f2 x2 എക്സെട്ര. ആ കാണുന്നതാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. f1 x1 + f2 x2 എക്സെട്ര 50 ആണല്ലോ. അത് തന്നെയല്ലേ ഇവിടെയും എഴുതിയിരിക്കുന്നത്. 2 ക്യാൻസൽ ആയി പോയപ്പോ നേരത്തെ എഴുതിയ അതേ എക്സ്പ്രഷൻ തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പൊ എക്സ് ബാർ ഡാഷ് എന്ന് പറഞ്ഞാൽ പഴയ മീൻ തന്നെയാണ്, 50 തന്നെയാണ്. ഞാൻ പറഞ്ഞു തന്നത് ഫ്രീക്വൻസി ഡബിൾ ആക്കിയാലും 3 times ആക്കിയാലും എന്താക്കിയാലും മീനിൽ ചേഞ്ചും വരുന്നില്ല. ആവറേജ് റിമെയിൻസ് സെയിം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലോ? അപ്പൊ 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ?